ചില കുട്ടികൾക്ക് നമ്മളൊരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് കരുതും, ഇവന് പഠിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇവന് ഏത് നേരം കളിക്കാനേ ഇൻട്രസ്റ്റ് ഉള്ളൂ. പിന്നെ നമ്മുടെ ടോൺ മാറും, നമ്മുടെ പേഷ്യൻസ് ലെവൽ മാറും. പക്ഷേ ഈ ഒരു കുട്ടിക്ക് ചാലഞ്ച് ഉള്ളത് കൊണ്ടാണെങ്കിലോ, അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ലേണിംഗ് ഡിഫിക്കൽട്ടിയെ കുറിച്ചാണ്. Learning difficulties are challenges a child may face in processing or receiving information. അത് ചിലപ്പം ഫോക്കസിങ് ആയിരിക്കാം, റൈറ്റിംഗ് ആയിരിക്കാം, റീഡിംഗ് ആയിരിക്കാം, മാത്ത് ആയിരിക്കാം, ഇങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് സ്കില്ലായിരിക്കാം. ചിലപ്പോൾ നോർമൽ IQ ലെവലായിരിക്കാം, അല്ലെങ്കിൽ ഹൈ IQ ലെവലായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളൊരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ഈ ഉള്ള സ്കിൽസ് ഒക്കെ നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അക്കാഡമിക് ഏരിയാസിൽ മാത്രമേ കുറച്ച് ഡൗൺ ആയിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ ക്രിയേറ്റീവ് ഏരിയാസിലൊക്കെ നന്നായിട്ട് അച്ചീവ് ചെയ്യുന്ന കുട്ടികളായിരിക്കാം. സം കോമൺ ടൈപ്സ് ഓഫ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ആർ ഡിസ്ലെക്സിയ. ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. താരെ സമീൻ പറയുന്ന മൂവിയിൽ റീഡിംഗ്, റൈറ്റിംഗ്, സ്പെല്ലിംഗ് ഒക്കെ ചാലഞ്ചിങ് ആയിരിക്കും. ഡിസ്ഗ്രാഫിയ, ഹാൻഡ് റൈറ്റിംഗ് ചാലഞ്ചിങ് ആയിരിക്കും. ഡിസ്കാൽക്കുലിയ, മാത്ത്, നമ്പേഴ്സ്, കോൺസെപ്റ്റ്സ് ഒക്കെ കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും. പിന്നെ പ്രോസസ്സിംഗ് ഡിസോർഡർ, അത് ഇൻഫർമേഷൻസ് ഗ്രാസ്പ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുത്താൽ പ്രോസസ്സ് ചെയ്യാനുള്ള ഡിലേ. ഈ സയൻസ് ഒക്കെ നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ പേരൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാര്യം ആക്സെപ്റ്റ് ചെയ്യുക. ഡിനയൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ കാര്യത്തിൽ. അതുപോലെ പേഷ്യൻ്റ് ആകുക, നമ്മുടെ ടോണ് മാറ്റാതിരിക്കുക, ഭയങ്കര പേഷ്യൻസോട് കൂടി പഠിപ്പിക്കാൻ ഇരുത്തുക. ടൈം എടുക്കും, പ്രോസസ്സ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. ചിലപ്പോൾ മന്ത്സ് ആയിരിക്കാം, ചിലപ്പോൾ ഇയേഴ്സ് ആയിരിക്കാം. പക്ഷേ ഒരു പോയിന്റിൽ ദേ വിൽ അച്ചീവ് ഫോർ ഷുവർ. പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. മക്കൾക്ക് എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കം ടു അസ്. എല്ലാ സ്കൂൾസിലും ഇൻക്ലൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പോയി സംസാരിക്കുക. ആഫ്റ്റർ ഓൾ വി ആർ ഹിയർ ടു സപ്പോർട്ട് യു ഫോർ യുവർ ചൈൽഡ്സ് ബെറ്റർമെന്റ്. താങ്ക് യു.